ഓം സംസ്കൃതം ഒരു തീർത്ഥയാത്ര ഭാഗം 16. ദിവ്യസ്വരൂപരെ പ്രണാമം പ്രണാമം. രാമായണ മഹാഭാരതങ്ങൾ അതിൻ്റെ അവലോകനമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുരാണ ഇതിഹാസങ്ങളിൽ മനുഷ്യന് സ്വേച്ഛ അനുസരിച്ച് എന്തും ചെയ്യാനാവില്ല. അവൻ തൻ്റെ യജമാനനല്ല. വിധി അവനെ പന്താടുന്നു. ഉയർച്ച താഴ്ച പ്രകൃതി സഹജമാണ്. സംയോഗം വിയോഗം ജീവിതം ഇത് രണ്ടും അനുഭവപ്പെടുത്തുന്നു. ഇങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ സാരോക്തികൾ രാമായണത്തിൽ നമ്മൾ കേൾക്കുന്നുണ്ട്. ജീവിതത്തിലെ സുഖാനുഭൂതിയിൽ മനുഷ്യൻ മരണത്തെ മറക്കുന്നു. മരണം മനുഷ്യൻ്റെ നിഴലാണ്. അത് അവൻ്റെ കൂടെ തന്നെയുണ്ട്. മനുഷ്യർ ഒരുമിച്ച് കൂടുന്നു, പിന്നെ ജീവിതകാലത്തിൽ പിരിഞ്ഞു പോകുന്നു. നമ്മുടെ പിതാവ് ധന്യമായ ജീവിതം നയിച്ച് മോക്ഷമടഞ്ഞു. രാമൻ ഭരതനെ സമാശ്വസിപ്പിക്കുകയാണ്. വിവേകവും ധൈര്യവും ഉള്ളവർ ദുഃഖത്തിൽ മുഴുകുന്നതല്ല. ജാബാലി മുനി രാമൻ്റെ ഉപദേശങ്ങളെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം സുഖഭോഗവാദിയാണ്. അദ്ദേഹം രാമനോട് പറഞ്ഞു, ഹേ രാമ, വിവേകം കാണിക്കും. ഇതല്ലാതെ മറ്റൊരു ലോകവുമില്ല. അസുഖങ്ങൾ ഉപേക്ഷിച്ച് സുഖങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കേണ്ടത്. സർവസമ്മതി നേടിയ ഈ തത്വം സ്വീകരിച്ച് ഭരതൻ തരുന്ന സാമ്രാജ്യം സ്വീകരിക്കുക എന്ന്. ധർമ്മവിഗ്രഹനായ രാമൻ ഇപ്രകാരം മറുപടി പറയുന്നു. ഒരുവനെ ഗുണവാനോ ഭീരുവോ ധീരനോ ആക്കുന്നതും അശുദ്ധിയെ വിശുദ്ധിയായി മാറ്റുന്നതും അവൻ്റെ ചേഷ്ടകളാണ്. സർവഭൂതങ്ങളുടെയും ഹൃദയസ്ഥിതനായ ആത്മാവ് സർവസാക്ഷിയാണ്. അച്ഛൻ്റെ സത്യം നിർവഹിക്കേണ്ടത് പുത്രൻ്റെ പരമമായ ധർമ്മമാണ്. കവി ക്രാന്തദർശിയാണ്. മന്ത്രയുടെ കുതന്ത്രങ്ങളും കൈകേയിയുടെ സ്വാർത്ഥവും എന്തോ നിഗൂഢ ദൈവോദ്ദേശം ഉണ്ടെന്ന് അത് സൂചിപ്പിക്കുന്നു. നിഗൂഢമായ എന്തോ രഹസ്യം. അധർമ്മിയായ രാവണനെ നിഗ്രഹിക്കുക എന്ന അവതാര ലക്ഷ്യം പൂർണ്ണമാക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് പാഠകർ ഇവിടെ കാണുന്നത്. ഓരോ സംഭവത്തിനും ഓരോ നിമിത്തമുണ്ട്. ജീവിതയാത്രയിൽ നാം സത്യം, ധർമ്മം, ഭൂതാനുകമ്പ, സൗമ്യത, ആദരവ് എന്നിവയോട് വേണം മുന്നോട്ട് പോകേണ്ടത്. ഉദ്ദേശ്യശുദ്ധിയാണ് ജീവിതാനുഗ്രഹം. സ്വന്തം പരിശ്രമം തന്നെ ഈശ്വരാനുഗ്രഹവും. രാമായണ മഹാഭാരതാദി പുരാണങ്ങളിൽ അത് ഇതിഹാസ ഗ്രന്ഥങ്ങൾ കൂടിയാണ്. ഉന്നതമായ ജീവിത മൂല്യങ്ങളാണ് തരുന്നത്. ആദർശം കവിപ്രതിഭയിലും കാവ്യശരീരത്തിലും നിക്ഷിപ്തമാണ്.
വാൽമീകി മഹാചിന്തകനാണ്, ഒരു കലാകാരനും ആണ്. സീതയ്ക്ക് രാമൻ്റെ ആദർശങ്ങളുടെ അനുഭാവമുണ്ട്. ആന്തരമായ രാമൻ്റെ സ്വഭാവം മനസ്സിലാക്കുന്നുണ്ട്. സീതാദേവിയുടെ സതുപദേശം രാമനോട് പറയുന്നു, ഒരു രാജാവിൻ്റെ കർത്തവ്യങ്ങൾ രാജപദവിയിലിരിക്കുമ്പോഴേ ഉള്ളൂ. ഇപ്പോൾ താങ്കൾ താപസനാണ്, ഹിംസ പാടില്ല. രാക്ഷസന്മാരാണെങ്കിൽ തന്നെയും അവരോടും കരുണ കാട്ടുക. ദണ്ഡകാരണ്യത്തിലെ വാസസമയം. ഒരു ഭാരം ഏറ്റെടുക്കുമ്പോൾ നല്ലവണ്ണം ചിന്തിക്കണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു. വളരെ സാരവത്തായ സതുപദേശമാണ് സീതാദേവി നൽകുന്നത്. വാൽമീകിയുടെ കഥാപാത്രങ്ങൾ ആദർശ ആശയങ്ങളുടെ ശുഷ്ക പ്രതീകങ്ങളല്ല. ജീവിതത്തിലെ ഇഷ്ടാനിഷ്ട പ്രവാഹങ്ങളെ നേരിട്ട് പുഞ്ചിരിയും കണ്ണീരും പൊഴിക്കുന്ന തനി മനുഷ്യർ തന്നെയാണ് വാൽമീകിയുടെ കഥാപാത്രങ്ങൾ. അവർ ധാർമ്മിക സംസ്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. അയോധ്യയിലെ ഭൗതിക അഭ്യുദയങ്ങൾ ആദർശപരമായ സംസ്കാരത്തിലാണ് കെട്ടിപ്പടുത്തിട്ടുള്ളത്. അതിൽ സാത്വികമായ കർമ്മശുദ്ധിയുണ്ട്, സ്വഭാവശുദ്ധിയുണ്ട്. ലങ്ക ഐന്ദ്രിയ സംസ്കാരത്തിൻ്റെ വളർച്ചയാണ് കാണിക്കുന്നത്. അയോധ്യയും ലങ്കയും രണ്ട് വ്യത്യസ്ത പാരമ്പര്യങ്ങളിലാണ് വളർന്നു വന്നിരിക്കുന്നത്. അയോധ്യയിൽ കാർഷിക വൃത്തി കാണുന്നു. ആടുമാടുകളെ വളർത്തിയിരുന്നു, കൃഷി ചെയ്തിരുന്നു. ലങ്കയെ അക്രമപരമായ ഒരു സാമ്രാജ്യമായിട്ടാണ് നാം കാണുന്നത്. അവിടെ ഭൗതിക സമ്പത്തുണ്ട്, പക്ഷേ ജ്ഞാനസമ്പത്തില്ല. ഹനുമാൻ കാണുന്ന രണ്ട് മഹാനഗരങ്ങൾ അയോധ്യയും ലങ്കയും തുലന ചെയ്ത് ഹനുമാൻ വ്യക്തമാക്കുന്ന അഭിപ്രായമാണ്. അയോധ്യയിലെ സമുന്നതി ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്. ലങ്കയിലെ ഉയർച്ച അധാർമികമായ പരാക്രമങ്ങളിലൂടെ നേടിയെടുത്തതാണ്. ഉന്നതാദർശം നിറഞ്ഞ വിശുദ്ധ ഭാവങ്ങളാണ്, പ്രവാഹമാണ് അയോധ്യയിൽ കാണുന്നത്. മാതാമഹനായ മലയവാനെ പോലെയും സഹോദരനായ വിഭീഷണനെ പോലെയുമുള്ള ദുർലഭം ചില വിവേകികൾ ലങ്കയിലുണ്ട്. അവരുടെ സതുപദേശം രാവണൻ ചെവിക്കൊള്ളുന്നില്ല. മാതുലനായ മാരീചൻ രാവണനെ ഉപദേശിക്കാൻ ശ്രമിക്കുന്നു, വിജയിച്ചില്ല. ഏറ്റവും ഹീനനിൽ കൂടി സുപ്തമായി കുടികൊള്ളുന്ന ഗുണവിശേഷങ്ങൾ വാൽമീകി കണ്ടു, അത് വെളിപ്പെടുത്തുന്നു. വാൽമീകിയുടെ മനുഷ്യ സ്വഭാവജ്ഞാനം ഇതാണ്. രാവണൻ്റെ ദുരന്ത ദൂഷ്യം അഹംഭാവവും തൻ്റെ ആവേശത്തെ തൻ്റെ വ്യക്തിത്വമായി തെറ്റിദ്ധരിച്ചതുമാണ്. രാമൻ വളർന്നത് വസിഷ്ഠ, വിശ്വാമിത്രാദി ശ്രേഷ്ഠ ഗുരുക്കന്മാരുടെ ആചാര്യന്മാരുടെ സാഹചര്യത്തിൽ സമ്പർക്കത്തിലാണ്. രാവണന് അത്തരം സജ്ജന ഗുരുക്കന്മാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല, സമ്പർക്കവും ഉണ്ടായിരുന്നില്ല. രാവണൻ തപസ്സിലൂടെ നേടിയെടുത്ത വ്യക്തിഗുണങ്ങൾ തുച്ഛ സംതൃപ്തിക്ക് വേണ്ടി വിനിയോഗിച്ചു.
ജീവിതം ദുരന്തത്തിൽ കലാശിക്കുകയും ചെയ്തു. കുംഭകർണൻ ഭീമശക്തിയുള്ളവനാണ്. പക്ഷേ ആ ശക്തി പ്രായേണ സുപ്തവും ജഡവുമാണ്. സദാ നിദ്രാപ്രിയനാണ് കുംഭകർണൻ. അധർമ്മിയെങ്കിലും ജ്യേഷ്ഠന് വേണ്ടി യുദ്ധം ചെയ്ത് മരണം പ്രാപിച്ചു. ഇന്ദ്രജിത്ത് മാനസിക വികാസത്തിൽ പുരോഗതിയും അധോഗതിയും ഒരുപോലെ കാണിക്കുന്ന വ്യക്തിയാണ്. വിഭീഷണൻ്റെ ധർമ്മസങ്കടം കഠിനമാണ്. ധർമ്മവും ന്യായവും തമ്മിലുള്ള സംഘട്ടനം. അദ്ദേഹം ന്യായത്തിൻ്റെ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ രാമന് അഭയം പ്രാപിച്ചു. വിഭീഷണൻ അങ്ങനെ കൃതകൃത്യനാകുന്നു. മരണത്തോടുകൂടി എല്ലാ ശത്രുത്വവും തീരുന്നു. സീത ചാരിത്രശുദ്ധിയുടെയും അഗാധവും ആത്മാർത്ഥവുമായ ഭർത്തൃസ്നേഹത്തിൻ്റെയും അവിസ്മരണീയ മാതൃകയാണ്. സ്വഭാവ വൈശിഷ്ട്യത്തിൽ രാമനോട് മിക്കവാറും തുല്യനാണ് ഭരതൻ രാമനെ അന്വേഷിച്ച് ചിത്രകൂടത്തിലെത്തുന്നു. ഗുഹനും ഭരദ്വാജമുനിയും തെറ്റിദ്ധരിച്ചു. ഭരതൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി അന്വേഷിച്ചു വരാൻ രാമൻ ഹനുമാനെ അയക്കുന്ന സന്ദർഭം അവസാനം നമ്മൾ കാണുന്നുണ്ട്. ഭരതനെ വലയം ചെയ്തിരിക്കുന്ന സംശയാവരണം എത്ര വ്യാപൃതവും ഗഹനവും ആയിരുന്നു. വാൽമീകിയുടെ കഥാപാത്രങ്ങളുടെ അന്തർഗത ഭാവം അവയുടെ സൃഷ്ടാവിന് മാത്രം സ്പഷ്ടമായിട്ടുള്ളതാണ്. ഭരതനെക്കുറിച്ച് രാമൻ സംശയം കൂടാതെ അഭിപ്രായം അവസാനം രേഖപ്പെടുത്തിയില്ല. ഭരതൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് കണ്ടറിഞ്ഞിട്ട് വരൂ എന്ന് ഹനുമാനോട് നിർദ്ദേശിക്കുന്നു രാമൻ. അപ്പോൾ ഭരതനെക്കുറിച്ച് രാമൻ്റെ മനസ്സിലും അല്പം സംശയമുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് ഭരതൻ്റെ മാഹാത്മ്യത്തെ കൂടുതൽ ശ്ലാഘനീയമാക്കുന്നതിനു വേണ്ടിയാകാം. ലക്ഷ്മണൻ കഠിനമായ അർപ്പണത്യാഗങ്ങൾക്ക് ഉത്തമ പ്രതീകമാണ്. ശീഘ്രകോപിയാണ്. രാമനെ തിരിച്ച് അയോധ്യയിലേക്ക് കൊണ്ടുപോകുന്നതിനും തൻ്റെ മാതാവ് കാട്ടിയ അധർമ്മത്തിന് മാപ്പപേക്ഷിക്കുന്നതിനും പരിവാരസമേതം ചിത്രകൂടത്തിലേക്ക് വരുന്ന ഭരതനെ ഹിംസിക്കാൻ ലക്ഷ്മണൻ തയ്യാറാകുന്നു. അപ്പോൾ രാമൻ ലക്ഷ്മണനെ ശാന്തമായിട്ട് മധുര ഉക്തികൾ ശ്രവിപ്പിച്ചുകൊണ്ട് ഭരതൻ്റെ ഹൃദയം മനസ്സിലാക്കിയ രാമൻ ലക്ഷ്മണനെ സമാശ്വസിപ്പിക്കുന്നു. ഗാഠമായ നിർവ്യാജ ഭക്തിയുടെ സങ്കീർണതയും കാണിക്കുന്നതാണ് ലക്ഷ്മണൻ്റെ പ്രകൃതി. അദ്ദേഹത്തെ അലട്ടുന്നത് മുഴുവൻ തൻ്റെ ആരാധ്യപുരുഷനായ രാമൻ്റെ യാതനകളാണ്. ഹനുമാൻ സ്മരണീയനായ വ്യക്തിത്വമാണ്. രാമൻ്റെ പരമഭക്തനാണ്. ശ്രീരാമൻ കഴിഞ്ഞാൽ ഈശ്വരതുല്യനായിട്ട് വളർന്ന കഥാപാത്രം ആഞ്ജനേയൻ. കിഷ്കിന്ധാകാന്ഡം മുതൽ ശ്രീരാമ പട്ടാഭിഷേകം വരെ നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം. വിഭീഷണനെ രാമപക്ഷത്ത് സംശയം കൂടാതെ ഹനുമാൻ കൂട്ടിക്കൊണ്ടുവരുന്നു. രാഷ്ട്രതന്ത്രജ്ഞതയാണ് അവിടെ പ്രകടമാക്കുന്നത്. വിഭീഷണൻ്റെ മുഖത്ത് യാതൊരു കളങ്കവും കാണുന്നില്ല. ഹനുമാൻ പറഞ്ഞു, രാമൻ ആശ്രിതവത്സലനാണ്. അഭയം പ്രാപിക്കുന്നവരെ രാമൻ ഒരിക്കലും കൈവിടുന്നില്ല.
വാൽമീകി മനുഷ്യപ്രകൃതിയെ വേണ്ട വിധം നിരീക്ഷിച്ചു. ഈ നിരീക്ഷണം ആദർശങ്ങളെ പുലർത്താൻ കഴിവുള്ളതുമാണ്. ലങ്കയിൽ സീതയെ ദർശിച്ചു. തെളിവായ ചൂടാമണി കൊണ്ടുവന്നു. സീതയെ പൂർണ്ണമായും വിശ്വസിപ്പിക്കുന്നതിന് രാമാങ്കുലീയം കൊണ്ടുപോവുകയും ചെയ്തു. രാമലക്ഷ്മണന്മാർ പ്രവാസ സമയം താപസോചിതമായ മരൂരിയാണ് ധരിച്ചിരുന്നത്, പരുക്കൻ വസ്ത്രം. ചില കഥാപാത്രങ്ങൾ നിർണായക ഘട്ടങ്ങളിൽ കാണുന്നു. അവർ ദർശിക്കുന്ന സ്വപ്നങ്ങൾ വൈഭവത്തിന് മാറ്റുകൂട്ടുന്നു. വർണ്ണനാവൈഭവത്തിന് മാറ്റുകൂട്ടുന്നു. വാൽമീകിയുടെ ശൈലിയാണത്. ഭരതൻ്റെ സ്വപ്നം സമുദ്രം വറ്റുന്നതും ചന്ദ്രൻ താഴെ വീഴുന്നതും ലോകം തമസിലേക്ക് കൊണ്ടുപോകുന്നതും മറ്റുമാണ്. ലങ്കയിൽ രാവണൻ കണ്ട സ്വപ്നങ്ങൾ തൻ്റെ അന്ത്യത്തെ സൂചിപ്പിക്കുന്നതായിരുന്നു. ത്രിജടയുടെ സ്വപ്നങ്ങൾ രാമൻ്റെ വ്യക്തിത്വത്തെ വളർത്തുന്നതും ശ്രീരാമൻ ലങ്കയിൽ വന്ന് രാവണവധം നടത്തി സീതയെ വീണ്ടെടുക്കുന്നതും അങ്ങനെ ശുഭസൂചകങ്ങളായ പ്രഭാത സ്വപ്നമാണ് ത്രിജട കണ്ടത്. കൈകേയിയുടെ ഹൃദയം വിഷലിപ്തമാക്കിയത് മന്ഥര എന്ന കൂനിയാണ്. വൃദ്ധ, ജന്മന വിശുദ്ധിയില്ലാത്ത ഒരു കഥാപാത്രം. യഥോജാത, അർത്ഥപര, ജ്ഞാതിദാസി, ഇങ്ങനെയൊക്കെയുള്ള ചില വിശേഷണങ്ങളാണ് വാൽമീകി മന്ഥരയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ജന്മശുദ്ധിയില്ല. എപ്പോഴും ഏത് മാർഗത്തിലൂടെയായാലും തന്നെ മാത്രം ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ആ മന്ഥര എന്ന കഥാപാത്രം കൈകേയിയെ ഉത്തേജിപ്പിച്ചിട്ട് പിന്നീട് കാവ്യത്തിലെവിടെയും കാണപ്പെടുന്നില്ല. വാൽമീകി വർണ്ണനയിൽ നിശ്ചിത പാടവം തെളിയിച്ചിട്ടുണ്ട്. തൻ്റെ വർണ്ണനാ പാടവം മനുഷ്യപ്രകൃതിയെയും ഭൗതികമായ പ്രപഞ്ചപ്രകൃതിയെയും വാൽമീകിയുടെ വർണ്ണന അത്യസാധാരണമാണ്. അദ്ദേഹത്തിൻ്റെ പ്രകൃതി വർണ്ണന പിൽക്കാലത്തെ കവികളെയെല്ലാം ആകർഷിച്ചിട്ടുണ്ട്. പ്രകൃതിയുടെ സൗന്ദര്യം അക്ഷയമാണ്. മനുഷ്യഹൃദയത്തിന് പ്രകൃതി വർണ്ണന ശുഭാപ്തി വിശ്വാസം വളർത്തുന്നു. അത്രി മഹർഷിയുടെ ആശ്രമം അനസൂയ മാതാവ് സീതയ്ക്ക് സ്ത്രീകളുടെ കടമകളെ പറ്റി ഉപദേശം കൊടുക്കുന്നു. സാരോപദേശം. ഋതുചക്രം ശിശിരത്തോടുകൂടി പര്യവസാനിക്കുന്നു. പ്രകൃതി മനുഷ്യൻ്റെ സന്തോഷത്തെ സന്തോഷിക്കുന്നു, സന്താപത്തിൽ സന്തപിക്കുകയും ചെയ്യുന്നു. രാമനും സീതയ്ക്കും തമ്മിലുള്ള സ്നേഹം ആർദ്രമധുരമായി കാണാൻ കഴിയുന്നു. കാലം കഴിയും തോറും മനോദുഃഖങ്ങളും ഇല്ലാതാകുന്നു. പ്രകൃതി രാമന് ഒരു തരുണിയായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. മന്ദമാരുതനും പുഷ്പഗന്ധവും രാമൻ്റെ മനസ്സിനെ ആകർഷിക്കുന്നു. വാൽമീകിയുടെ ശൈലി കലയിലായാലും പ്രതിഭയിലായാലും
യാഥാർത്ഥ്യവും മനുഷ്യഗന്ധിയുമായിരുന്നു. ലക്ഷ്മി ദേവി സൗന്ദര്യത്തിൻ്റെ ദേവതയാണ്, ഐശ്വര്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും. ആശയങ്ങളിലും ആധ്യാത്മിക തത്വങ്ങളിലും നീതിശാസ്ത്രത്തിലും വാൽമീകി ബദ്ധശ്രദ്ധനാണ്. അദ്ദേഹത്തിൻ്റെ ഗവേഷണ ബുദ്ധിയാണ് പിൽക്കാലത്തെ മറ്റെല്ലാ കവികൾക്കും പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദികാവ്യമായ വാൽമീകിയ രാമായണം അനന്തര കാലഘട്ടത്തിലെ എല്ലാ ശ്രേഷ്ഠരായ കവികൾക്കും കലാകാരന്മാർക്കും ചിന്തകന്മാർക്കും ഭരണതന്ത്രജ്ഞന്മാർക്കും എല്ലാം ഉപജീവ്യ കാവ്യമാണ്. ഇനി നമുക്ക് ക്രമേണ മഹാഭാരതത്തിലെ ചില സവിശേഷതകൾ ശ്രദ്ധിക്കാം അടുത്ത സത്സംഗങ്ങളിൽ.